ദേവസേനാപതി കുമാരൻ കാർത്തികേയൻ ജയിക്കട്ടെ. ശിവപുത്രൻ കുമാരൻ കാർത്തികേയൻ ജയിക്കട്ടെ. മഹാശക്തിശാലി പാർവതീപുത്രൻ കുമാരൻ കാർത്തികേയൻ ജയിക്കട്ടെ. പിതാവേ പ്രണാമം. എന്റെ പുത്രൻ വിജയിയായി തിരിച്ചു വന്നു. ഈ വിജയം പുത്രന്റേതല്ല, മാതാവിന്റെ ആശീർവാദവും പിന്നെ പിതാവിന്റെ ശക്തിയുമാണ് ജയിച്ചത്. ശിവപുത്രൻ കുമാരൻ കാർത്തികേയൻ എല്ലാ ദേവന്മാരോടും എനിക്കൊരു അപേക്ഷയുണ്ട്. നിർഭയരായി സ്വർഗത്തിലേക്ക് പോകണം. നിങ്ങളുടെ പ്രവൃത്തിയിൽ വിഘ്നം വരുത്തുന്നവനും അതുപോലെ ശാന്തിക്ക് ഭംഗം വരുത്തുന്നവനുമായ താരകാസുരൻ മരിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇനി പൂർണ്ണമായും സുരക്ഷിതരാണ്. നാരായണ നാരായണ. പൂർണ്ണമായും സുരക്ഷിതരോ? എന്താണ് ദേവർഷേ, അങ്ങക്ക് ഇപ്പോഴും ദേവന്മാരുടെ പൂർണ്ണ സുരക്ഷയെക്കുറിച്ച് ആശങ്കയാണോ? പറഞ്ഞാലും ദേവർഷി, പ്രശ്നം എന്താണ്? പ്രശ്നത്തിനും ആശങ്കയ്ക്കും സ്പഷ്ടമായ ഒരാകാരം ഉണ്ടാകാറില്ല ദേവരാജ. നാരദ, നീ എപ്പോഴും ദേവരാജന് ആശങ്കയ്ക്ക് വഴിയുണ്ടാക്കുന്നു. സ്പഷ്ടമായി പറഞ്ഞുകൂടെ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്ത് പറയാനാണ് ഭഗവാൻ? പറയേണ്ടത് അങ്ങ് ത്രിദേവനല്ലേ. അവിടുന്ന് പറയേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് പറയേണ്ടതായി വരുന്നു. നാരായണ നാരായണ. ദേവരാജ, എന്റെ ഉദ്ദേശ്യം ഇത്രയേ ഉള്ളൂ. താരകാസുരൻ വധിക്കപ്പെട്ടത് സത്യം തന്നെ. പക്ഷെ വീണ്ടും അസുരന്മാർ ജനിച്ചുകൂടുന്നുണ്ടോ സ്വർഗത്തിൽ അധികാരം സ്ഥാപിക്കാൻ ഇച്ഛിക്കുന്നവരായിട്ട്? ദേവർഷി, അങ്ങ് വിചാരിക്കുന്നുവോ, അതോ ഭാവിയെക്കുറിച്ച് പ്രവചിക്കുകയാണോ അങ്ങനെ ഭവിക്കുമെന്ന്? നാരായണ നാരായണ. ദേവരാജ, അങ്ങ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അഗ്നിയിൽ ഒരാൾ കൈ നീട്ടിയില്ലെങ്കിൽ അയാളുടെ കൈ പൊള്ളുന്ന പ്രശ്നമേ ഇല്ല. അതുപോലെ അഗ്നിയിൽ കൈ പെട്ടുകഴിഞ്ഞാൽ അത് സുരക്ഷിതമായിരിക്കും എന്നുള്ള വിചാരം സമാപ്തമാകുന്നു ദേവരാജ. ദേവരാജൻ ഇന്ദ്ര, നാരദൻ പറഞ്ഞു വന്നത് ഇതാണ്: പുണ്യകർമ്മങ്ങളുടെ ഫലം ശുഭവും ദുഷ്കർമ്മങ്ങളുടെ ഫലം അശുഭവുമാകുമെന്ന്. നമ്മുടെ വിചാരം, കർമ്മം, ഉദ്ദേശം ഇവയുടെ താളം തെറ്റിക്കഴിഞ്ഞാൽ എപ്പോൾ, എങ്ങനെ, എവിടെ നിന്ന് അസുരന്മാർ ഉത്ഭവിച്ച് നമ്മെ കഷ്ടപ്പെടുത്താൻ ആരംഭിക്കുന്നു എന്നത് നമുക്കറിയുകയില്ല. അതായത് ഭോഗവിലാസത്തിലും വിനോദത്തിലും സ്വന്തം സമയവും ശക്തിയും നഷ്ടമാക്കാതെ അവയെ സൽക്കർമ്മങ്ങൾക്കായി ഉപയോഗിച്ചാൽ ശുഭപരിണാമം ഉറപ്പാണ്. അല്ലേ നാരദ? ഇതല്ലേ പറയാൻ ഉദ്ദേശിച്ചത്? നിങ്ങൾ ത്രിമൂർത്തികൾ അന്തര്യാമികളിൽ നിന്ന് എന്തൊളിക്കാനാണ് പ്രഭു? നാരായണ നാരായണ. ഇവിടെ കൈലാസത്തിൽ എല്ലാവരും സന്തോഷത്തിലാണ്. അവിടെ നക്ഷത്രലോകത്തിൽ കാർത്തികമാരുടെ സ്ഥിതി എന്തായിരിക്കും? അവരെ ഈ സന്തോഷ വാർത്ത അറിയിക്കുക തന്നെ വേണം. നാരായണ നാരായണ. കാർത്തികേയന്റെ ഓർമ്മ നമ്മുടെ മനസ്സിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ എല്ലാ മാതാക്കൾക്കും ഇതുതന്നെ സംഭവിക്കുന്നു. സ്വന്തം പുത്രൻ കൺമുന്നിൽ നിന്ന് അകന്നു പോയാൽ പിന്നെ മനസ്സ് വ്യാകുലമാകാതിരിക്കുമോ? ലോകത്തിലെ മാതാക്കളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ്? ഇതുകൊണ്ട് മനസ്സിന് ശാന്തി ലഭിക്കുമോ? ശാന്തി ലഭിക്കണമെങ്കിൽ നാം കാർത്തികേയനെ കണ്ടേ തീരൂ. അപ്പോഴതിന് നാരായണ 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 ശ്രീമന്നാരായണ നാരായണ നാരായണ. ദേവർഷി, അങ്ങ് പ്രണാമം. മംഗളം ഭവ. അങ്ങ് സദാ നാരായണ നാമം സ്മരിച്ചുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കുന്നു. ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. കുമാരൻ കാർത്തികേയനില്ലാതെ ഞങ്ങളുടെ പ്രാണൻ പോലും നിശ്ചേതനമാണ്. ദേവി, അവിടുത്തെ പുത്രൻ ദിനം പ്രതി അധികം തേജസ്വിയായി വളരുന്നു. അപ്പോൾ നിങ്ങൾ നിസ്തേജരാകുകയോ? അതായതല്ല ദേവി, യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യം. നിങ്ങളുടെ പുത്രൻ കാർത്തികേയൻ മഹാപരാധി താരകാസുരനെ വധിച്ച് അസുരസേനയെ തോൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു.
ദേവലോകം തൊട്ട് കൈലാസം വരെ അവന്റെ ജയഘോഷം മുഴങ്ങുന്നു. നാരായണ നാരായണ. കാർത്തികേയൻ താരകാസുരനെ നാമാവശേഷനാക്കിയോ? അവനെ, അവന്റെ സേനാപതിയെ, പിന്നെ സേനയെ എല്ലാം തന്നെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പുത്രനെ കാണാതെ വയ്യ. അവനെ അഭിനന്ദിക്കണം. അഭിനന്ദനവും ആശീർവാദവും. നാരായണ നാരായണ. അഭിനന്ദനം നിങ്ങൾക്കാണ് നൽകേണ്ടത്. നിങ്ങൾ കൈലാസത്തിൽ അയച്ചില്ലായിരുന്നെങ്കിൽ കുമാരൻ കാർത്തികേയൻ താരകാസുരനെ എങ്ങനെ വധിക്കാനാണ്? നമുക്ക് വിളംബമില്ലാതെ കൈലാസത്തിൽ പോകണം. വിളംബം എന്തിന്? പോകാം. പിന്നെന്തുണ്ടായി കുമാര? എന്തുണ്ടാകാനാ? താരകാസുരൻ എന്നെ കണ്ടു, ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. അയാൾ ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും ചിരി വന്നു. പക്ഷെ കുമാരൻ എന്തിനു ചിരിച്ചു? ഞാൻ താരകാസുരനോട് പോയി ചോദിച്ചില്ലല്ലോ, ഹേ താരകാസുര, താങ്കൾ എന്തിനു ചിരിച്ചു എന്ന്. പിന്നെ എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? ചിരിക്കാൻ എന്താണ് വിഷമമുള്ളത്? അയാൾ ചിരിച്ചു, ഞാനും ചിരിച്ചു. കണ്ടോ, നിങ്ങൾക്കും ചിരി വന്നല്ലോ. എങ്കിലും കുമാര, താരകാസുരന് ചിരിക്കാൻ എന്തെങ്കിലും കാരണം തീർച്ചയായും ഉണ്ടായി കാണും. കാരണമുണ്ടായിരിക്കും. അയാൾ എന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടു, അതിനും ഒരു കാരണമുണ്ടല്ലോ. അയാൾ ഇതോർത്ത് ചിരിച്ചതാകും. ഇത്രയും ചെറിയൊരു കൊച്ചു ബാലൻ ആ മഹാകായനുമായി എങ്ങനെ യുദ്ധം ചെയ്യും? പക്ഷേ കുമാര, നീ അവനോട് യുദ്ധവും ചെയ്ത് അവനെ വധിച്ചല്ലോ. ഇത് നിങ്ങൾക്കറിയാം, അയാൾക്കറിയില്ല. അയാൾ മരിച്ചില്ലേ? എന്തുകൊണ്ടറിയില്ല? മരിച്ചിട്ട് അയാൾക്ക് മനസ്സിലായില്ലെന്നോ? ബാലന്മാരെ പോലെ സംസാരിക്കുന്നുവോ? ഏയ്, ഞാനും ബാലൻ തന്നെയാണ്. പക്ഷെ ഞാൻ അയച്ച അസ്ത്രമേറ്റാണ് അയാൾ മരിച്ചത്. മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾക്ക് അറിയില്ലായിരുന്നു താൻ മരിച്ചു കഴിഞ്ഞെന്ന്. അവന്റെ ഒരു ദുർഗതി തന്നെ. യുദ്ധം ആരംഭിച്ചത് അവന്റെ ചിരി മൂലം, തീർന്നത് അവന്റെ മൃത്യു മൂലം. അഹങ്കാരം കൊണ്ട് ചിരിക്കുന്നതിന്റെ പരിണാമം അതുതന്നെ. നാരായണ നാരായണ. ദേവർഷിക്ക് പ്രണാമം. മംഗളം ഭവ, ആയുഷ്മാൻ ഭവ. അങ്ങ് ആസനസ്ഥനായാലും ദേവർഷേ. നന്ദീശ്വര, നീ എന്നല്ല ഈ ജഗത്തിൽ ഏതെങ്കിലും ജീവി നാരദൻ ഒരിടത്ത് ആസനസ്ഥനായി കണ്ടിട്ടുണ്ടോ? നന്ദി, സഞ്ചരിക്കുക എന്നത് എന്റെ ഭാഗ്യലിഖിതത്തിലുണ്ട്. എന്തു ചെയ്യാനാണ്? അതുപോട്ടെ, പറയണം, ഈ സഭ എന്തിനു വേണ്ടിയാണ്? കുമാരൻ യുദ്ധാനുഭവങ്ങൾ വിവരിക്കുമായിരുന്നു. അല്ല ദേവർഷേ, ഞാൻ ഇവരെ കേൾപ്പിക്കുകയല്ലായിരുന്നു, ഇവരെല്ലാം കേൾക്കുകയായിരുന്നു. അത്ഭുതം, മഹാശ്ചര്യം. കുമാരൻ പറയാതെ ശിവഗണങ്ങൾ കേൾക്കുകയായിരുന്നെന്നോ? നാരായണ നാരായണ. പക്ഷേ കുമാരൻ കാർത്തികേയ, ഈ വിവരം ആരും അറിയിക്കാതെ നക്ഷത്ര ലോകത്തിലും എത്തിക്കഴിഞ്ഞു. കുമാരന്റെ മാതാക്കളും അറിഞ്ഞു കഴിഞ്ഞു കുമാരൻ താരകാസുരനെ വധിച്ചെന്ന്. മാതാക്കൾ ആരും അറിയിക്കാതെ ഈ വാർത്ത അവരെങ്ങനെ അറിഞ്ഞു ഞാനാണത് ചെയ്തതെന്ന്? നാരായണ നാരായണ. അതേ കുമാര കാർത്തികേയ, നീ പറയാതെ തന്നെ ശിവഗണങ്ങൾ നിന്റെ അനുഭവം അറിഞ്ഞില്ലേ? ദേവർഷേ, എങ്ങനെയുണ്ട് എന്റെ മാതാക്കൾ? അവരെന്നെ ഓർമ്മിക്കുന്നുണ്ടോ? ഞാൻ അവരെ എപ്പോഴും ഓർമ്മിക്കുന്നു. അവരെല്ലാ സമയത്തും എന്റെ കൺമുന്നിലുണ്ട്. അവരെ കാണണമെന്ന് എനിക്ക് ഇച്ഛയുണ്ട് ദേവർഷേ. അങ്ങ് പറയണം, എനിക്ക് അവരെ എപ്പോൾ കാണാനാകും? എങ്ങനെ ഉണ്ടാകും എന്റെ മാതാക്കൾ? ദേവി പാർവതിക്കും ഭഗവാൻ പരമേശ്വരനും ഞങ്ങളുടെ പ്രണാമം. ഞങ്ങളുടെ വളർത്തുപുത്രൻ കാർത്തികേയൻ എവിടെ? എങ്ങനെയുണ്ട്? വളർത്തുപുത്രൻ എന്ന് പറയുന്നു? അവൻ നിങ്ങളുടെ പുത്രൻ തന്നെയാണ്. അവൻ എന്നോടൊപ്പമാണെങ്കിലും
നിങ്ങളെ എല്ലാം ഓർമ്മിക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഞങ്ങളെ കുറിച്ച് പറയാറുണ്ടോ? എന്റെ അടുത്തിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചല്ലാതെ മറ്റൊന്നും പറയാറില്ല. പറയുകയായിരുന്നു 6 മാതാക്കൾ ഉള്ളതുപോലെ 6 രാജകുമാരിമാർ വേണമെന്ന് തീരുമാനിച്ചെന്ന്. കണ്ണുകെട്ടി കളിക്കുന്ന സമയത്ത് ബാലനായ അവനോട് പറഞ്ഞ ദയ, ധർമ്മം ഇവയെക്കുറിച്ചെല്ലാം തന്നെ അവൻ പറയാറുമുണ്ട്. കളിക്കുമ്പോഴും കണ്ണും വായും തുറക്കാൻ സമ്മതിച്ചിരുന്ന കാര്യവും അവൻ എന്നോട് പറയുകയുണ്ടായി. പക്ഷെ അവനെവിടെ? ഇപ്പോൾ വരും. ഇവിടെ എങ്ങാനും ശിവഗണങ്ങളുമൊത്ത് കളിക്കുന്നുണ്ടാവും. ദേവി പാർവതി താരകാസുരനെ വധിച്ചു കഴിഞ്ഞു. എന്ത് ഉദ്ദേശത്തിൽ നന്ദി മഹാരാജൻ കാർത്തികേയനെ കൊണ്ടുവന്നുവോ അത് പൂർത്തിയായി കഴിഞ്ഞു. അതിനാൽ ഇനി